ഒരാൾ അഖിൽ ചോടാൻ തോന്നുന്നു. നമ്മുടെ അണ്ണനല്ലേടാ പോകുന്നത്. അവന്മാരുടെ തൈടി തന്നെ തെറ്റ്. അണ്ണാ അവന്മാര് മിസ്റ്റേക്ക് ആണ്. മിസ്റ്റേക്ക് കൊറേ ദിവസമായണ്ണ. അവന്മാരുടെ ഭാഗത്തുണ്ട് മിസ്റ്റേക്ക്. പിന്നെ എന്റെ ഭാഗത്ത് ചെറുതായിട്ട് കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടാ. ആ എന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്സ് ഞാൻ ഉടനെ റെക്ടിഫൈ ചെയ്യും. അത് ചെയ്യണം. മംഗലശ്ശേരിയിലെ പിള്ളേർക്ക് റെസ്പെക്ട് ഇച്ചിരി കുറവാണ്. അത് ഇച്ചിരി അവന്റെ അടുത്ത് ഇന്ന് നമ്മളെയൊക്കെ അണ്ണാന്ന് വിളിക്കാൻ പറഞ്ഞ കുണ്ണാന്ന് വരും വിളിച്ചാ കുറുപ്പെന്ന് പറഞ്ഞ. അതെ അതെ, എന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ഞാൻ ഉടനെ തിരുത്തിക്കോളാം കണ്ണാപ്പി. അത് ഞാൻ ഉടനെ തിരുത്താൻ. കുത്തും കോളൊക്കെ വെച്ച് സംസാരിക്കുമ്പോ ഫീൽ ആകുന്നുണ്ട്. ഞാൻ അങ്ങനെ കുത്തുന്ന ഡയറക്റ്റ് ആയിട്ടാ പറയണ. എന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്സ് ഒക്കെ ഞാനിപ്പോ തിരുത്തും ഉടനെ. ആ പറയാം. ഇത് നമ്മളെ അണ്ണന്റെ കൂടെ ഗോട്ടഡ് ത്രീസം. അണ്ണാ നമ്മള് ഗോട്ടഡ് ത്രീസം ആയിരിക്കും നമ്മള് മൂന്നുപേരും. ശരി ബാമ്പു മൂന്നോക്കും കളിക്കാൻ ഒരുമിച്ച്. അത് പറഞ്ഞപ്പോൾ നമ്മുടെ കൊറേ പേര് കത്തിയല്ലോടാ. നേരെ പണ്ട് താഴെക്കൊണ്ടാ. ഞാൻ വണ്ടിയിലിരിക്കുന്നുണ്ട് അവിടെ. കൊണ്ടുപോണ എന്നെ ഒരു ആനയും കൂടെ ഉണ്ടായിരുന്ന ഗെയിം ആനയല്ലേ അണ്ണാ. നാളെ ആന ഇറക്കാണ്. ഉറപ്പായിട്ട് നാളെ ആന ഇറക്കണം. എന്തായാലും നാളെ ആന കൺഫേം. അതേതാടാ? അത് കൊള്ളാലോടാ. ഇപ്പോഴൊരു ഉത്സവത്തിന് ഓളം ആയത് കേട്ടാ. എന്താണ് മേളം നിർത്തി അതാ കഴിച്ചട്ടാ. അതാ കഴിയടാ. നമ്മളെല്ലാം വന്നില്ലേ? നമ്മളെല്ലാം കളിക്കണ്ടായിരുന്നു. അണ്ണ കുത്തിയാ മതി. നമ്മളേറ്റ് ഈ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഹോട്ട് വെയർ എങ്ങനെയാ ചെയ്യണേ? എല്ലാം നടന്നതല്ലേ അണ്ണാ. പിന്നെ അവന്മാർക്ക് ഗ്യാങ് വണ്ടി ഇല്ല. അതുകൊണ്ട് ശബ്ദം കേട്ടോണ്ടാ. പാവല്ലേ. എന്ത് ചെയ്യാനാടാ, ഈ അൺഹെൽത്തി ഈ ജീവിത രീതിയാണ് ഇവരെയൊക്കെ അസുഖക്കാരാക്കുന്നത്. സത്യമാ. നമ്മളെപ്പോലെ ഹെൽത്തി അല്ലല്ലേ അത് ഹെൽത്തി അല്ലല്ലോ. ചന്ദ്രി ആളെ കളിച്ചിട്ട് സിക്സ് ആക്കി. ഇപ്പൊ രാവിലെ എണീറ്റ് 2 ഹോട്ട് അടിക്കും. വണ്ടി എവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ. എന്നാടാ ക്രാസേറില്ല.
ക്രോസ് ഹെയർ ഒക്കെ ഇട്ട് അടിച്ച കാലം ഈ പറഞ്ഞപ്പോഴേ ഞാനും ഓർത്തല്ലേ എനിക്കും ക്രോസ് ഹെയർ അല്ലടാ. ഇതിപ്പോ നന്നായിടാ. TDM പോയി പോട്ടെ പോട്ടെ. ഇല്ല ഇതുവരെ പൊട്ടിയിട്ടില്ല. അണ്ണൻ എന്നെ വെള്ള ആണിലാണല്ലോ അണ്ണാ. അതാണ് അണ്ണ ഇന്ന് ഭയങ്കര ഊർജത്തിലാണല്ലോ. ഓരോ കുണ്ടത്തികളെ ഇങ്ങനെ ഗ്യാങ്ങിൽ എടുത്തിട്ട് ഞാൻ വെളിയിൽ നിൽക്കുമ്പോ എങ്ങനെയാണ് ഇത് ഇടപെട്ട് തീർക്കണ്ടേ ഇതൊക്കെ? അത് സംഭവിച്ചാലേടാ നമ്മളെ തൊട്ടാണെങ്കിൽ അണ്ണന് ഫീലായത്. ഫീലായി സംഭവം. ആ മുമ്പിയ എവിടാ വേഗാവട്ടെ ഇവിടെ കൊറേ നേരം നിക്കാൻ പറ്റൂലേ? പാപ്പാനും പിള്ളേരും വന്നാ പോണ്ട വരും. ഏതാണ് വണ്ടി എടുത്ത്? അയ്യോ ചത്തുപോയല്ലോ. അരിപൂക്കുറ്റി എന്റെ ലോഡായതാണല്ലോ എല്ലാം. ഞാൻ അത് ബോബോയുടെ എടാ പോടാ. പിന്നെ നീ പോയപ്പോഴല്ലേ റെഡി ആയത്? ഞാൻ പേപ്പർ റെഡി ആയില്ലല്ലോ. നീ പിന്നെ ഇല്ല റെഡി ആയേ? അല്ല നീ പോയപ്പോഴേ ഞാൻ ഇല്ല എത്തിയില്ല. ഞാൻ പോയി 5 മിനിറ്റ് കഴിഞ്ഞാ നീ വന്നേ. എന്തൊക്കെയാടാ ഇതിപ്പോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. നീ എന്തിനീ കള്ളം പറയുന്നേ? ഞാൻ എല്ലാം ഒരു നോർമൽ വണ്ടി എടുത്തല്ലോ. വണ്ടി കൊറേ വണ്ടിയൊക്കെ ഇറങ്ങി പോകണ്ടേ? കിട്ടുന്നതിനെ അടിച്ചു വന്നിട്ട് എടുത്തോണ്ട് വന്നേരം ബാക്കി നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞുതരാം. പേപ്പർ ഏരിയയില്ലേ, അത് ജസ്റ്റ് മാറി നിന്ന് അതിന്റെ പുറത്തോട്ട് നിന്ന് അതല്ല. നമ്മുടെ വണ്ടി ഒന്ന് കാണിക്കാതെ നിന്നടാ, അവൻ ഇറങ്ങിക്കോട്ടെ. ഇവിടെ ഒരു വണ്ടി വാടാ. ഇവിടെ ഒറ്റ ഈ സൈഡ് ഒരു വണ്ടി ഉള്ളു. എല്ലാം കൂടെ കണ്ണാപ്പി നീ ഇവിടെ ഇല്ലടാ? കണ്ണാപ്പി കേക്കുന്നില്ല എന്നോടുണ്ടോ? നമ്മളെ വണ്ടി കാണിക്കട്ടെ, നല്ല അമ്മ ഇറങ്ങി എടുത്തുള്ളൂ. കണിയൊക്കെ ആയിട്ട് കുറച്ചായി. മഞ്ഞോട് വിട്ട് അവൻ അവക്കണ്ട ആളാണ്. ആനയുടെ 2ാം പാപ്പാനാണ്. തോന്നുന്നില്ല അവിടെ ആളുകളും കണ്ടോണ്ട് ഏതെങ്കിലും ഒരു വഴി അവർക്ക് കോള വിളിച്ചേ പറ്റത്തുള്ളൂടാ. കൊറേ നേരം ആയാലും അവന്മാർ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് നടക്കത്തുള്ളൂ. ഞാൻ കാര്യം പറയട്ടെ. എ ടീം വലത്തെ സൈഡ് നോക്ക്, ബി ടീം ഇടത്തെ സൈഡ് നോക്കാം. സി ടീമിനെ ഞാൻ നയിച്ചോളാം. ഇന്നലെ എന്റെ നെഞ്ചിലേക്ക് ക്രോസ് ഹെയർ വന്നടാ. ഇനി അവന്റെ കണ്ട കടാകന്ന് ഞാൻ കലക്കും. ക്രോസ് ഹെയർ വന്നടാ. ഉമ്മ തരുവണ്ണ എനിക്ക് അണ്ണന്റെ ചുണ്ടി ഉമ്മ വയ്ക്കാനൊക്കെ തോന്നുന്നു. ആ വണ്ടി കൊള്ളാല്ലേ? CM ആയിട്ട് സിറ്റുവേഷൻ 2 ദിവസമായിട്ട് സിറ്റുവേഷൻ ആണ് അണ്ണ. ഉമ്മാർക്ക് പ്രശ്ന. പ്രശ്നമില്ലാത്ത ഏതെങ്കിലും ഗ്യാങ് CM ഇന്ന് ചുമ്മാ വന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തന്നെ അടിച്ചു വന്നു. കാരണം ചോദിച്ചപ്പോ ബോബോയി കൊച്ചു ചൊറിഞ്ഞു. ഞാൻ ചൊറിഞ്ഞില്ല, എന്നെ ഇങ്ങോട്ട് വന്ന അവന്മാർ അടിച്ചു വന്നതാണെന്നാ. അല്ല ഞാൻ പറയട്ടെ, ഞാൻ നിന്റെ അടുത്ത് അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിനക്ക് ശത്രുതയില്ലാത്ത ഒരു ഗ്യാങ്ങിന്റെ പേര് പറ. നാരദന്റെ ഗ്യാങ്. ഏപ്പ് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യാം. നിനക്ക് മനസ്സോടെ നിനക്ക് ഒരു പ്രശ്നമില്ലാത്ത ഏതെങ്കിലും ഒരു ഗ്യാങ്ങിന്റെ പേര്? അങ്ങനെ വെച്ചാൽ നമ്മൾ എപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിലുള്ളവരായിട്ട് ചൊറിയാവണേന്ന് പറയാൻ പറ്റൂല. അപ്പൊ നമ്മളെ ബന്ധം പോവില്ല. ബന്ധങ്ങളിലുള്ള വില കൊടുക്കുന്ന ആൾക്കാര് ഇവരിപ്പോ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ചങ്ങലൊക്കെ ഇട്ടേക്കുവാണോ? കൊറേ നേരമായി. റീസ്റ്റാർട്ട് വരെ ഇങ്ങനെ ഞാൻ പറഞ്ഞ ആരോട് പറ. ഇവിടുത്തെ അഡ്മിൻസ് ഒക്കെ ഹെൽപ്പ് ഇട്ടിട്ട് വന്നില്ല. ഏരിയ വിട്ടു പോണോ? ഞാൻ പറഞ്ഞ പറ്റത്തില്ല, ഞങ്ങള് ദേവത്തോണ്ട് വെളിയിൽ നിന്നോളാന്ന് പറഞ്ഞു. നമ്മക്കൊരു നമ്മള് മാറി നിക്കണം. അവന്മാർക്ക് അതിന്റെ ഉള്ളിൽ കയറി ഇരിക്കാവാ. അത് കൊള്ളാല അണ്ണാ. ശരിയാകത്തില്ലല്ല.
അണ്ണാ എന്നാ ഈ സെർവറിൽ നിന്ന് ഇറങ്ങാൻ പോയി അത് നല്ല തീരുമാനമാണ്, നല്ല നീ നിന്റെ അച്ഛനോടൊരു സെർവർ ഉണ്ടാക്കാം, ഞാൻ അവിടെ കളിക്കാൻ വരാം. സംസാരിക്കുന്ന അവര് ഇറങ്ങാത്തെന്ന് പറയണേ. അവര് ടൈം വേസ്റ്റ് ചെയ്യോട്ടാ, മനസ്സിലായി? റീചാർജിന് വേണ്ടി ടൈം വേസ്റ്റ് ചെയ്യും അവര് സംസാരിച്ചത്. മന്ദാര നീയോ മിണ്ടേ, നീ അവിടുന്ന് മാറടാ. എടാ പറയുന്ന കോളൊന്ന് കേക്ക്. വണ്ടി എടുത്ത് വെളി വന്ന എല്ലാരും വെളി വന്ന് കുറച്ച് മാറി എവിടെ പോയാലും നമുക്ക് 20 പേര് കയറിയതല്ലേ എന്നിട്ട് എല്ലാരും വണ്ടി എടുത്ത് മാറിയില്ലടാ, നല്ല മാറിയില്ല. അവര് ഇറങ്ങട്ടെ, ഇറങ്ങി. എടാ ലെഫ്റ്റ് പോയടാ, റൈറ്റ് പോയടാ. അതെ ഇടിക്കുന്നടാ. ഇവനെ പിടി. ഇങ്ങോട്ട് വാടാ. അവന്മാര് മനപ്പോറ് ഇടിച്ചാടാ, മനപ്പോറ് ഇടിച്ച്. നമ്മൾ ഒറ്റയ്ക്കുള്ളേ. അവന്മാര് വരണ്ട്. എടാ വാടാ ബാക്കപ്പ് വാടാ. എടാ എന്താ ബാക്കപ്പ് ഒന്നും ഇല്ല. എനിക്കൊന്നും റേഡിയോ കണക്ട് ചെയ്യാൻ അടിയാണോ? അടി പറ്റിയോ? എവിടാ നേരെ ഫ്രണ്ടിലാണ്. ഒരു വട്ടം മാർക്കിടണം. റൈറ്റ് കേട്ടൂടെ ഇതിനകത്ത് അവന്മാര് നിർത്തിയെടുത്ത് അവന്മാരെന്തായാലും ഇപ്പൊ തിരിച്ചു കയറത്തില്ലേ? മാത്രം കോള് നമ്മളെല്ലാരും വന്നിട്ട് അടിക്ക് പോകും. വെയിറ്റ്, നമ്മളെ ഇനി ആൾക്കാർ കയറുണ്ട്, നീലൊക്കെ കയറുണ്ട്. കില്ല് കിട്ടിയെങ്കിൽ അവനെ എടുക്കാൻ പറ്റൂലേ, ഹോസ്റ്റേജ് എടുക്കാൻ പറ്റൂല. ഒരു കാര്യം വരണം, റീഗ്രൂപ്പ് ചെയ്യും എല്ലാവരും. ഈ മാർക്കിലൊന്ന് റീഗ്രൂപ്പ് ആയ ഇവിടെ റീഗ്രൂപ്പ് ആയ എല്ലാരും ഇവിടെ റീഗ്രൂപ്പ് ആയ കത്തിച്ചു വിടാനേ. ഇവിടെ അടിക്കാൻ പറ്റൂല. ഇവിടെ മറ്റേ ചത്തിന് ഇതാക്കാൻ വണ്ടിയിലോട്ട് ഡ്രാഗ്. എടാ വണ്ടി ഹോസ്റ്റേജ് എടുത്താ പോരേടാ. എടുക്കാൻ പറ്റൂല. വണ്ടിയിലോട്ട് ഡ്രാഗ് ആക്കി ഇടാൻ പറ്റൂലേ? അല്ല, ഇനിഷ്യൽ സിറ്റുവേഷന് ഹോസ്റ്റ് എടുക്കാൻ പറ്റൂലോ? എന്നെ വീഡിയോ ചെയ്ത് വന്നേ. അപ്പൊ EMS ഒക്കെ എനിക്ക് തിരിച്ചു കയറാലോ. പിന്നെ വീഡിയോ അടിച്ചോ? വണ്ടി കയറി മുച്ചിരി ഇവിടെ ഫൈറ്റ് എടുക്കട്ടെ. ഇവന്മാര് ഈ ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് ഇറങ്ങി നിൽക്കുക. ടർഫ് കളിക്കാൻ വേണ്ടിട്ടാണ്. ആളുണ്ടോ? കത്തി വണ്ടിക്ക് കയറാനുണ്ടോ നോക്ക്. വണ്ടിയൊക്കെ അടിച്ച് പൊട്ടിച്ചാടോ. വണ്ടിയൊക്കെ ഒരു വണ്ടി എടുത്ത് വണ്ടി ഞങ്ങളുടെ അഡ്മിനെ കൊണ്ട് അവനെ പൊക്കിച്ച. എടാ EMSനെ കൊണ്ട് അവനെ പൊക്കിച്ചിട്ട് നമുക്ക് ഇതാക്കിയല്ലോടാ. ഇവിടെ നമുക്ക് നിക്കുന്ന ഒരുത്തൻ ഉടുപ്പൂരിതാ ഒരുത്തൻ നിക്കുന്നു. അങ്ങ് നിർത്തണം. എടാ നോക്കി ഓടിക്കടാ. എടാ എല്ലാരും ഇവിടെ ഇങ്ങനെ നിക്കല്ലേ, അവന്മാര് വന്നടിക്കുക. എല്ലാരും ഇറങ്ങാത്ര. 2-3 പേര് ഇറങ്ങിട്ട് ബാക്കിയുള്ള വണ്ടി അടിക്കണ്ട.
ആനയുടെ മൂന്നിലെ രോമം എടുത്ത് തല വെച്ചിരിക്കണം. അവനെ ഇനി പിടിച്ചവനെ സ്പെല്ലിംഗ് പറഞ്ഞാളിയാ ലെഫ്റ്റ് ആണ് ക്രാഷ് അല്ല ഈ പയ്യന്മാര് പി ക്യാരിയുടെ സാധനമുണ്ട്. എന്താണ് എനിക്കിട്ട അങ്ങനെ എടുത്തോളൂ അങ്ങനെ എടുത്തോളൂ അങ്ങനെ എടുത്തോളൂ ഇവനെ കൊല്ലടാ ഇവനെ ഒന്ന് കത്തിരി ഇല്ലടാ ഇല്ല ഇവനെ എടുക്ക ഇവനെ എടുക്ക ഇവനെ എടുക്കാന് ഉമ്മാര് കാണിക്കുന്നത് ക്യാനുള്ളവരൊന്ന് കത്തിച്ചടവന് ഡിമി ഉണ്ടോ ഇവനൊക്കെ ആരടെ ഇവന്റെ ഒന്നും വായത്താള് ഇതല്ലല്ലോ കണക്ട് ചെയ്യണം കണക്ട് ചെയ്യണേ ഇവരോടെ അവനെ ഇവന്റെയൊക്കെ വായത്താള് ഇതല്ലല്ലോടാ. അല്ല ഇവന്റെ ഒക്കെ വായ്ത്താളം ഇതല്ലായിരുന്നല്ലോ മിനിഞ്ഞാന്ന്. ഇപ്പൊ എന്താ ഇവന്റെ ഹലോ എന്താടാ നമ്മുടെ റേഡിയോയിൽ എന്താണ് ഇങ്ങനെ പ്രിവാറായിട്ട് ഇനിഷ്യൽ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് പ്രിവാർ ആക്കിയാൽ മതി ബ്രോ. ഇത്ര നേരം ആളില്ലെങ്കിൽ പിന്നെ നീയൊക്കെ എന്തിനാ അവിടെ കയറി ഇരുന്നത് അട ഇരുന്നത് പോലെ? കണ്ണാപ്പി റേഡിയോ എന്താടാ പറയുന്നത്? എന്തോ കേട്ടില്ല കേട്ടില്ല. അമ്പത്തൂര് നിനക്ക് തോന്നുന്നുണ്ടോ അവർക്ക് 18 ഞങ്ങൾ അത്ര ഉണ്ടായിരുന്നുള്ളല്ലോ. നിനക്ക് അത്രയും പോരെ കളിക്കാൻ. നിനക്ക് പാത്തിരിക്കാൻ നിനക്ക് 25 പേര് വേണോടാ. എന്നാ നീയൊന്നും നിന്റെയൊക്കെ ആള് വരുന്നവരെ ഞാനൊക്കെ വെയിറ്റ് ചെയ്യാം. നിന്റെ കൊമ്പന്റെ 5ാം കാല് പിടിക്കാൻ വാട ഇറങ്ങി വാട നിന്റെ സാധനം പിടിക്കാൻ ഞങ്ങൾ ഇവിടെ നോക്കിയിരിക്കാം. നിന്റെ ആള് വരുന്നവരെ നിന്റെ ആള് ഇതൊന്നും അല്ലായിരുന്നല്ലോടാ നിന്റെയൊക്കെ കോണ. ഇപ്പൊ കോണ എവിടെ പോയടാ? കോണ എവിടെ പോയി? എടാ കൊണയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ അടിക്കാനും കഴിവേണം. നീയൊക്കെ മൂഞ്ചാൻ നിക്കരുത് കേട്ടാടാ. 5ാം കാലം കടിച്ചോണ്ടിരിക്കണം അല്ലാതെ ആളില്ലാത്ത ടൈം ഒന്ന് അടിക്കാൻ നോക്കിക്കോ. അവന്മാരിറങ്ങിയടാ ലീഡറിനെ കോഴിയുടെ ആരെങ്കിലും വിളി. ഹലോ ടീച്ചി ഉണ്ടോ? ആരെങ്കിലും ടീച്ചി ഉണ്ടോ? അല്ലല്ലോ പാപ്പന്മാരുണ്ടോ? ആനയുടെ പാപ്പന്മാരുണ്ടോടാ? ഇറങ്ങി ഇറങ്ങി ഓടി തീട്ടങ്ങള് കണ്ടി സത്യം കണ്ടികൾ എ ക്ലാസ് കണ്ടികൾ. നമുക്ക് ഇവന്മാരെ തേടി പിടിച്ചടിക്കാം. അത് ഇത് അവന്റെ ന്യായം 18 പേരെ വെച്ച് അരമണിക്കൂർ ഡൗൺ ആണ്ട് പ്രീവാർ വിളിക്കാനും പറ്റൂല. സംഭവമുണ്ട്. അണ്ണ ആളില്ലെന്നോ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 അണ്ണ 16 പേരുണ്ടണ്ണ. 16 പേരുണ്ടാ സിറ്റിയില്. എടാ അവന്മാര് പറഞ്ഞിട്ടില്ലേ 18 പേരാണ്. 18 പേരുണ്ടല്ലേ നമ്മൾ അടിക്കത്തുള്ളൂ അവന്മാര് പറഞ്ഞത്. റേഡിയോ 18 പേര് പോരുന്നു അവന്മാർക്ക്. ഞാൻ ചെന്നപ്പോ ആദ്യം എന്നോട് പറയുവാണേ ഞങ്ങക്ക് പ്രീവാറാണ് താല്പര്യമെന്ന്. ഞങ്ങളുടെ കച്ചവടം അവന്റെ താല്പര്യത്തിനനുസരിച്ച് ഞാനിങ്ങനെ നിൽക്കാം ഓരോ ദിവസം. അത് അടുത്ത ദിവസം കോച്ചിനെ വണ്ടി റിപ്പയർ ചെയ്യാം. മറ്റേ T47 ഗ്യാങ്സ് നീ എവിടെ ഇരിക്ക ഇല്ല കണ്ണനൊക്കെ എവിടെ ഇവിടുന്ന് പോയി നീ കത്തിപ്പോയായിരുന്നു. ഞാൻ അവിടെ വന്നു 271 ആണോ? ഓക്കെ അവിടെ വരാം. ഇനി ചാറ്റ് ചെയ്യണ്ടേ കിക്ക് നമ്മളെ കിക്ക് ചെയ്യലയാ. ഇന്ന് എന്നെ സ്പോട്ട് ആക്ഷനിൽ എങ്ങനെ ചെക്ക് ചെയ്താൽ ഞാൻ വല്ലതും പോയി പറയും എല്ലാത്തിനെയും.
എല്ലാരും എടാ വാസുണ്ടാ ഇവിടെ എന്റെ ഇല്ല അണ്ണാ. എല്ലാരും ചെരുപ്പ് ഇട്ട് വന്നിട്ടെ അങ്ങനെ വല്ലതും ചെയ്തേ. എക്സ്റ്റൻഡ് കൂട്ടിയിട് എക്സ്റ്റൻഡ് അതൊക്കെ ടിക്കറ്റ് സുഹൃത്തെ തല അനങ്ങുന്നുണ്ട് തല അനങ്ങുന്നുണ്ട് പേടിച്ചല്ലോടാ എടാ ഗമ്മാലേ അതെ ഗൊമ്മാലേ എടാ മോനെ നീ ആരാണെങ്കിലും ഈ ഗ്യാങ്ങിലൊക്കെ കളിക്കുന്നതിലും ഭേദം നിന്റെ താടിയും മീശയും വെട്ടിയിട്ട് പാലത്തിന്റെ അടിയിൽ പോയി സാരി എടുത്തു നിന്റെ കൊമ്മൻ ചെയ്യാറുണ്ട് സാരി എടുത്ത് പാലത്തിന്റെ അടിയില്. നിനക്ക് അന്തസ്സുണ്ട് മനസ്സിലായോ അറ്റ്ലീസ്റ്റ് കൊമ്പാച്ച കൊണ്ട് ചിരി കടിച്ചു പൊട്ടിച്ചു വന്നട്ടാ ലൈഫ് ഓഫ് ജോസൂട്ടി. ആളില്ലാത്ത കൊണ അടിച്ചിട്ട് അങ്ങ് പോക്ക അവന്റെയൊക്കെ ജോലി. നിനക്കൊക്കെ നേരിട്ട് വരുമ്പോഴേ കൊറേ ആയല്ലോടാ ഏപ്പിക്കാൻ നിക്കുന്നത് മെനഞ്ഞാന്ന് ഇന്നലെ KVP എന്ന് പറഞ്ഞ ഗ്യാങ് വന്നു. അവർക്ക് ഇതിലും അന്തസ് ആള് പൊക്കിന്ന് പറയുമ്പോ ഏപ്പിക്കാ പോവും. നാണുണ്ടോടാ സ്വന്തം സാമാനമായില്ലടാ. രണ്ടൊന്നല്ലേ ഈ വണ്ടിയൊക്കെ മാറ്റിണ്ടേ അല്ലെങ്കിൽ വണ്ടിയെല്ലാം വണ്ടി രണ്ടും മൂന്നും വണ്ടിയെല്ലാം മാറ്റിയോ വണ്ടി മാറ്റിട്ടോ എനിക്ക് മറ്റേ ലോഡിങ് നിന്ന സീനൊന്നുമില്ല. അവന്മാര് പറയും സ്റ്റക്കായി നിന്നെന്ന്. ഇത് പറയാൻ അതിനൊക്കെ എടേ അങ്ങോട്ട് എസ്കേപ്പ് ഒക്കെ വെറുതെ എസ്കേപ്പ് ആക്കിട്ട് എടാ ഈ ഇത്ര നാളത്തെ ഇതിലേടാ നിന്നെ പോലെയൊക്കെ AFK നിന്ന് നാണം കെട്ടൊക്കെ പോണ കണ്ടത് കുറവാടാ. ഉളുപ്പുണ്ടാടാ AFK ആളുകൾ. ഇതാടാ എല്ലാരും ഇറങ്ങിയാടാ. അവൻ കേറിക്കോ അടേ പൂക്കുറ്റിയെ കേറിയോ. പിന്നെ അല്ല ഇവിടെ